മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ ഒരാളിന് ശബ്ദമുയർത്തി ശക്തിയോടെ വായിക്കാമല്ലോ. വായിച്ചാൽ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റും ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമല്ലോ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ആത്മാവിന്റെ ശക്തി ഈ രാത്രിയിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ കർത്താവെ അങ്ങോട്ട് നയിക്കുമാറാകണമേ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി അത് ശക്തമായി വെളിപ്പെടട്ടെ. എല്ലാ പോരുകളെയും എന്റെ കർത്താവ് അബദ്ധമാക്കണം. എല്ലാ പ്രതികൂലങ്ങളെയും കർത്താവ് ശാസിക്കണമേ. കുടുംബങ്ങൾക്ക് നേരെ നിൽക്കുന്ന, തലമുറകൾക്ക് നേരെ നിൽക്കുന്ന, കുടുംബനാഥന്മാർക്ക് നേരെ നിൽക്കുന്ന, പിതാക്കന്മാർക്ക് നേരെ നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും ഇന്ന് രാത്രിയിൽ പൊട്ടിമാറുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും പ്രാപിച്ചെടുക്കട്ടെ. ഒരു വലിയ ആത്മനിയോഗം ഈ രാത്രി ജനം പ്രാപിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. വചനം അങ്ങയുടേത്, ഞങ്ങൾ അങ്ങയുടെ വകയാണ്. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം. ഒരു വാക്കാണ് അതിനകത്ത് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ 14-ാമത്തെ വാക്യം. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണ്. ആമേൻ. ഞാൻ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് രാത്രി ചില വിലക്കുകളെ പൊട്ടിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാത്രി ചില കുടുംബങ്ങൾക്ക് നേരെ നിൽക്കുന്ന, ചില ശുശ്രൂഷയ്ക്ക് നേരെ നിൽക്കുന്ന ചില വിലക്കുകൾ, സ്തോത്രം, നീ ഇതുവരെ പോയാ മതി, അപ്പുറത്തോട്ട് പോകണ്ട എന്ന് പറയുന്ന ചില വിലക്കുകൾ, വിലക്കിന്റെ ശക്തികൾ ഇന്ന് രാത്രി കർത്താവ് പൊട്ടിക്കാൻ പോകുകയാണ്. ആമേൻ ആത്മാവിന്റെ തീഷ്ണതയിൽ ഇന്ന് രാത്രി ആയിരിക്കുമെങ്കിൽ ആമേൻ സ്തോത്രം. ആമേൻ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യോഹന്നാനോ അവനെ വിലക്കി. സ്തോത്രം. ഇന്ന് രാത്രി ആമേൻ ചില വിലക്കുകൾ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ യോഹന്നാൻ വിലക്കിയതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നീ എന്നെക്കാൾ വലിയവനെന്നാണോ? പ്രൈസ് ദി ലോർഡ്. അല്ല. സ്തോത്രം. ആമേൻ. ഇപ്പൊ ചെയ്യണ്ട, ഇപ്പൊ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു എന്താ പറഞ്ഞേ? ആമേൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞത് ഇപ്പോൾ സമ്മതിക്കാം. ഇന്ന് രാത്രി പലതും വിലക്കി നിർത്തിയിരിക്കുന്നത്, ചില വാഴ്ത്തത്വങ്ങൾ പോലും, ചില യാത്രകൾ പോലും വിലക്കിട്ട് തടയിട്ട് നിർത്തിയിരിക്കുന്നത് പോലെ. സ്തോത്രം. യോഹന്നാൻ ആരാ? ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തികച്ചും പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ശുശ്രൂഷയിൽ അതിശക്തമായി ശോഭിച്ചു നിൽക്കുന്ന ഒരു പ്രവാചകനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ യോഹന്നാൻ. സ്തോത്രം. അങ്ങനെയെങ്കിൽ യോഹന്നാന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ചെറിയ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. ചില അഭിഷക്തന്മാർ പറയുക, മതി, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ ഉപവസിക്കുന്നത്, എന്തിനാ നീ പഠിക്കുന്നത്? സ്തോത്രം. എല്ലാം വിലക്കുകളാ. സ്തോത്രം. ഈ വിലക്കുകളെ എന്തിനാ പള്ളിയിൽ പോകുന്നത്, എന്തിനാ നീ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ നീ സ്നാനപ്പെടുന്നത്? നോക്കൂ, ഇത്യാദി വിലക്കുകൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി മാറണം കേട്ടോ. പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇന്ന് രാത്രി ചിലത് പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ വിലക്ക് നിസ്സാരമായി കാണരുത്. സ്തോത്രം. ഈ വിലക്ക് ആരോടാണ് വിലക്കിയെന്ന് നോക്കിയേ. യോഹന്നാനോ അവനെ വിലക്കി. പ്രൈസ് ദി ലോർഡ്. എന്തിനാ വിലക്കിയത്? നീ ഇപ്പൊ ചെയ്യണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നീ ഇപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. നീ ഇപ്പൊ ഈ ശുശ്രൂഷ അനുഭവിച്ചു കഴിഞ്ഞാൽ
ചിലത് നിന്നിൽ കൂടെ പിതാവ് ചെയ്തു തീർക്കും. അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്യരുത്. ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണ്ട? ഇപ്പൊ നീ ശുശ്രൂഷിക്കണ്ട. സ്തോത്രം. ഇപ്പൊ നീ ശുശ്രൂഷ ഏറ്റെടുക്കണ്ട. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിലക്ക്. ആമേൻ. ഈ വിലക്ക്, പലരും വിലക്ക് കേട്ട് അങ്ങ് തളർന്നിരിക്കുക. സ്തോത്രം. ഇനി എന്തിനാ നീ ഒരു ദൂരയാത്രയ്ക്ക് പോകുന്ന? പ്രായങ്ങളൊക്കെ ആയില്ലേ? ഇനി അതിന്റെ ആവശ്യബോധം വല്ലതും ഉണ്ടോ? സ്തോത്രം. ആമേൻ. ഒരു വിലക്ക്. സ്തോത്രം. മനസ്സിനെ അങ്ങ് വല്ലാണ്ട് വേദനിപ്പിക്കത്തക്ക തലത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരാത്ത തലത്തിൽ ചില വിലക്കുകൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലേക്ക് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതുപോലെ പോയാ മതിയെന്ന് ആഗ്രഹിക്കുന്ന ചില വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടാൻ പോകുകയാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ. ഹല്ലേലൂയ. ഈ വിലക്ക് പൊട്ടണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി ഇന്ന് രാത്രി കുടുംബങ്ങളിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, യേശു പറയുന്ന ഒരു വാക്ക് ഒന്ന് വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അവിടെ എന്താണ് വായിച്ചത്? വായിച്ചേ. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായകിയാൽ അത് ഉണങ്ങിപ്പോയി, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിതച്ചിരിക്കുക. എവിടെയൊക്കെയോ വിതച്ചു. എന്നാൽ ചിലത് ആമേൻ മുള്ളിനിടയിൽ പോയി, ചിലത് പാറയ്ക്കിടയിൽ പോയി, ചിലത് നല്ല നിലത്തു വീണു. സ്തോത്രം. ഇപ്പൊ കിടക്കുന്ന മുള്ളിനിടയില, പാറക്കിടയില, ഫലമുണ്ട്, പക്ഷെ പുറത്തു വരാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലതങ്ങ് ആമേൻ വിതച്ച് ആകെ ഒരു പരുവുമായി കിടക്കുക. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ കിടക്കുന്നത് എവിടെയെന്നറിയാമോ? മുള്ളിനടയ്ക്കാം. സ്തോത്രം. ആമേൻ. കർത്താവ് നമ്മെ ഏൽപ്പിച്ചത് ചെയ്യാൻ പറ്റാതിരിക്കുന്നെങ്കിൽ വിലക്കാം. നീ വളരരുത്, നീ വളർന്ന് ശോഭിക്കരുത് എന്നുള്ള വിലക്ക്. ഈ വിലക്കിന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്ന് പ്രാർത്ഥിച്ചതിനെ പൊട്ടിക്കണം. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെ വിളിച്ചു പറയുന്നു? നിന്റെ വിലക്ക്, നിന്റെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന അഭിഷക്തമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു ഇട്ടിരിക്കുന്ന വിലക്കുകളെ ഇന്ന് രാത്രി അതൊരു ചങ്ങലേക്കാൾ ബലമുള്ളതാണ്. ആമേൻ. അതൊരു വടത്തേക്കാൾ ബലമുള്ളതാണ്. അതൊരു മതിൽക്കെട്ടിനേക്കാൾ ബലമുള്ളതാണ്. കാരണം വാക്കുകൊണ്ട് വിലക്കിയ വിലക്കുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് ശക്തമായി വെളിപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരടി തന്നാ മാറും കേട്ടോ, ഒരടി തന്നാലേ മാറും. പക്ഷെ ചില വാക്കുകൾ പറഞ്ഞാലേ അത് പെട്ടെന്നങ്ങ് പോകത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രി ചില വാക്കുകൾ കൊണ്ട് വിലക്കിയിട്ടിരിക്കുക. ആമേൻ. നീ അപ്പുറത്ത് കടക്കരുത്. സ്തോത്രം. നീ അങ്ങോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വമുള്ളവൻ കിടക്കുന്ന എവിടെ? ഇപ്പോ പാറക്കിടയില. സ്തോത്രം. ഫലമൊന്നും പുറത്തു വരാൻ കഴിയുന്നില്ല. ഒത്തിരി പരിശ്രമിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷേ ഇതൊന്നും പുറത്തു വരുന്നില്ല. ഹല്ലേലൂയ. അത് പാറക്കിടയിൽ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ നടുവിൽ ചില വലിയ കാര്യങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കാരണം പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കി അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 13-7. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു.
ശുശ്രൂഷയുടെ ആഴത്തിലേക്ക് അവിടെ വരികയാണ്. കാലിന് ഞാൻ നിന്റെ കാൽ കഴുകിയില്ലെങ്കിൽ ഞാനും നീയുമായിട്ടൊരു ബന്ധമില്ല. സ്തോത്രം. ആമേൻ. എന്തെന്നറിയാമോ? ആമേൻ. മുഖാമുഖം നോക്കി കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയാതെ എവിടെയോ ഒരു വിലക്കിന്റെ ശക്തി നിൽക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവ പൈതലേ, ആമേൻ, നാം അറിയുന്നതിനേക്കാൾ വളരെ ശക്തമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം 23-ാമത്തെ വേദാംശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിനകത്ത് കർത്താവ് പറയുന്നൊരു ദൂത് ശക്തമായിട്ടുണ്ട്. വായിച്ചേ. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാവാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ചില ഗ്രാമത്തിൽ ചെന്ന് പാർക്കുക മാത്രമല്ല, ഇന്ന് രാത്രി ആ ഗ്രാമത്തിൽ ഭരിച്ചിരുന്ന അന്ധകാരത്തെ വേറൊരു മനുഷ്യനും മാറ്റാൻ കഴിയത്തില്ല. കാരണം പിതാവിന്റെ നിശ്ചയമായിരുന്നു അവൻ നസ്രയത്ത് പാർക്കണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. കാലം തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നടക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അതിശക്തമായി നമ്മുടെ കൂടാരത്തിൽ ഇറങ്ങി വരേണ്ട സമയം ആസന്നമായിട്ടുണ്ട്. ചില വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഭിഷക്തന്മാരെ, നിങ്ങളുടെ വാ കൊണ്ട് കെട്ടിയ ചില വിലക്കുകൾ ഇന്ന് രാത്രിയിൽ, ഹല്ലേലൂയ, ആമേ, ചില വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടും. നിന്റെ പ്രാർത്ഥനയിൽ ആമേ, യോഹന്നാൻ പറഞ്ഞു, യോഹന്നാൻ നിസ്സാരക്കാരനല്ല. സ്തോത്രം. ശ്രദ്ധിക്കണം. യോഹന്നാൻ നിസ്സാരക്കാരനല്ല. ആമേൻ. യോഹന്നാന്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. യോഹന്നാന്റെ മേൽ വ്യാപരിച്ച ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകത്തിന്റെ നിറവിൽ യോഹന്നാൻ അതിനകത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ആമേ, സ്തോത്രം, നീ ഇപ്പോൾ സ്നാനപ്പെടണ്ട. വിലക്കുക. ആ വിലക്കുന്ന രാത്രി പൊട്ടണം. തലമുറയെ നോക്കി വിലക്കിയില്ലേ? നിന്റെ കുടുംബത്തെ നോക്കി വിലക്കിയില്ലേ? ഓ, നിന്റെ ശുശ്രൂഷയെ നോക്കി വിലക്കിയില്ലേ? ഓ, നിന്റെ കുടുംബനാഥനെ നോക്കി വിലക്കിയില്ലേ? നിന്റെ തലമുറയുടെ വാഴ്ത്തത്വങ്ങൾ നോക്കി വിലക്കിയില്ലേ? ആ വിലക്ക് നമ്മൾ വിചാരിച്ചു വെറുതെ ആയിരിക്കുമെന്ന്. വെറുതെ ഒരു വാക്കെന്നാ വിചാരിച്ച. പക്ഷേ ഈ വാക്കിനകത്ത് ഒത്തിരി ദൂതുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ദൂതുകൾ. നോക്കിക്കേ. അതാ ആമേൻ, മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചത്, യോഹന്നാൻ അവനെ വിലക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പറയാം, ആമേൻ, സ്തോത്രം, അനിൽ പി കെ അഭിഷക്തൻ, ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, നമ്മളെ റിക്കിയെ വിലക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങോട്ട് കേറണ്ട എന്ന് പറയുമ്പോ അദ്ദേഹം വിചാരിക്കുക, ഇനിയിപ്പോ കേറണ്ട, ആമേൻ, അങ്ങ് പൊക്കളയാം, ആമേൻ എന്ന് കേട്ട് നമ്മളങ്ങ് മാറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സരസിസ്റ്റു പറയുക, ആമേൻ, അനിൽ പി കെ അഭിഷക്തൻ ഇങ്ങോട്ട് വരണ്ട, നമ്മൾ നിസ്സാരമെന്ന് കണ്ടു. ആമേ, രാജസ് പറയാ, പ്രൈസ് ദി ലോർഡ്, ആമേ, സരസിസ്റ്റു ഇങ്ങോട്ട് വരണ്ട, നമ്മൾ നിസ്സാരമെന്ന് കണ്ടു. ഇല്ല, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടുണ്ട്. ഇന്ന് രാത്രി പൊട്ടിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടുണ്ട്. അത് ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വെട്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യും മുൻപേ വൈഡകരാജകരാതി ഹല്ലേലൂയ. നമ്മൾ നിഷ്കളങ്കത്വം കൊണ്ട് ചിലർക്ക് പറയും. പക്ഷെ ശ്രദ്ധിക്കണേ, എല്ലാ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്. പറയേണ്ടതേ പറയാവൂ. ആമേൻ. പറയേണ്ടതേ പറയാവൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആമേൻ. പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട ആൾക്കാരെടുത്ത് പറയണമെങ്കിൽ അവൻ അഭിഷേകം പ്രാപിച്ചിരിക്കണം. അല്ലെ? പറയേണ്ടത് ആമേൻ, പറയേണ്ട സമയത്ത് പറയാത്തോണ്ടല്ലേ ആമേ സ്തോത്രം വാഴ്ത്തത്താൻ താമസിച്ചത്.
ഹല്ലേലൂയ. എവിടെ താമസിച്ചു? പൊട്ടക്കുഴിക്കകത്ത് തീർന്നു. ഹല്ലേലൂയ. ആമേൻ. പിന്നെ അവിടെ ജയിലറയിൽ പോയി. പിന്നെ അവിടുന്ന് ഒത്തിരി കഷ്ടപ്പെട്ടു. അവിടെ നേരെ വീട്ടിൽ ചെന്നു, നിന്ന കേട്ടു, അപവാദം കേട്ടു, കുറച്ച് കറങ്ങേണ്ടി വന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തുള്ള വാഴ്ത്തത്വങ്ങള് പുറത്തു പറയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അത് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കെട്ടുക. സ്തോത്രം. മനസ്സിനൊക്കെ തളർത്തുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലത് ഇന്ന് രാത്രി പൊട്ടി മാറുന്ന രാത്രിയാ കേട്ടോ. ഹല്ലേലൂയ. ശമനപരകതുലി നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ഉയർച്ചയ്ക്ക് നേരെ, നിന്റെ ഉപജീവന വഴിക്ക് നേരെ കെട്ടിയ കെട്ടുകൾ, നിന്റെ യാത്രയ്ക്ക് നേരെ കെട്ടിയ കെട്ടുകൾ, വിലക്കുന്ന വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടി മാറുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇന്ന് രാത്രി? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 20 സ്തോത്രം 3-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? ലൂക്കായുടെ സുവിശേഷം, ഹല്ലേലൂയ, അതിന്റെ 22-23 ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസേഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ആമേൻ. അവ യോസേഫിന്റെ മകൻ എന്നൊരു വിചാരം വന്നു. സ്തോത്രം. ഇതാരെ മോനാ ഇത്രയൊക്കെ ഉയരാൻ? അപ്പനെ അവിടെ കൊണ്ടിട്ടു. ഇന്ന് രാത്രി വിചാരിച്ചവർക്ക് തെറ്റി. ഹല്ലേലൂയ. വിചാരിച്ചവർക്ക് മൊത്തം തെറ്റി അല്ലേ? സ്തോത്രം. റിജു, വിചാരിച്ചവർ തെറ്റി. ഇന്ന് രാത്രി ഒരു വിചാരമുണ്ടായിരുന്നു. നസ്രേത്തുകാരനായ യേശു കർത്താവ് യോസേഫിന്റെ മകനാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ വാഴ്ത്തത്ത പ്രജയാണ്. ഇന്ന് രാത്രി വാഴ്ത്തത്ത പ്രജയോട് പോരാടി നിൽക്കുന്ന ചില വിലക്കിന്റെ ശക്തികൾ ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പൊട്ടിമാറുകയാ. ശബനപരകതുനി വൈഡകരകതന. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, ഒരു യാത്രയ്ക്ക് നേരെ, നിന്റെ വാഹനത്തിന് നേരെ നിൽക്കുന്ന യേശുവിന്റെ നാമത്തിൽ ചില വിലക്കുകൾ പൊട്ടി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിലക്കുകൾ പൊട്ടി മാറട്ടെ. വിദൂരത്തിലേക്കുള്ള യാത്രകൾക്ക് നേരെ വരുന്ന വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടി മാറട്ടെ. സരസ്വത്തെ പ്രാർത്ഥിച്ചോ. ചില വിലക്കുകൾ പൊട്ടി മാറുകയാണ് ഇന്ന് രാത്രി. ചില വിലക്കുകൾ പൊട്ടി മാറുകയാണ്. റിച്ചു പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ചില വിലക്കുകൾ പൊട്ടി മാറുകയാണ്. ചൂടബല രബലമ രഗദന ചൂടബല വൈഡവ രഗദന ചൂടവ രാജക ശംഭവ രഗദ ശൈഡക രഗദുനി ജീവ രഗദ ശമന രഗദ രഗദന ദീപൽ പ്രൗഢവരന്തനാഗര. ഇന്ന് രാത്രി വിലക്കുകൾ പൊട്ടിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. അൽപ്പിക്ക വിഷയത്തിന് 2026 കഴിയുമ്പോൾ വണ്ടി മാറ്റിക്കോളാം. സ്തോത്രം. ദൈവാത്മ പറയുക. ഇന്ന് മുതൽ പ്രാർത്ഥിക്ക്. 26 കഴിയും മുൻപേ. ഇത് 5-ാമത്തെ മാസം തുടങ്ങിയതേ ഉള്ളൂ. ചില ദിവസം കഴിയുമ്പോൾ വണ്ടി മാറിക്കൊള്ളണം. സ്തോത്രം. ദുരന്തങ്ങൾ മാറാൻ പോകുകയാ. ഈ രാത്രി വിലക്കുകൾ പൊട്ടാൻ പോകുകയാ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അഭിഷേകത്തിന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അതേ നിയോഗത്തിന്റെ ശുശ്രൂഷകൾ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ചില വിലക്കുകൾ കിടപ്പുണ്ട്. ആ വിലക്കുകൾ ഇന്ന് രാത്രി മണ്ണിൽ നിന്ന് മാറാൻ പോകുകയാ. മകനല്ലേ ഇവ യോസേഫിന്റെ മകനാണോ എന്ന് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് പിതാക്കന്മാരെ പേരുകൾ പറഞ്ഞ വിലക്ക് നിർത്തിയിരിക്കുന്ന വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടി മാറുകയാ. ചൂടവലരകഥ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുക, വിലക്കുകൾ പൊട്ടാൻ പോകുന്നു. എത്ര ദിവസം വിലക്കും? ഇവിടെ നോക്കിയ യോനാസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഞാൻ ഈ വാക്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ കുറെ നിയോഗങ്ങളിലേക്ക് ഇറക്കുക. നോക്കിക്കേ. സ്തോത്രം. മത്തായി സുവിശേഷം നമ്മൾ വായിച്ച 13-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ നമ്മൾ ചിന്തിച്ചപ്പോൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒത്തിരി ദൂതുകളുണ്ട് കേട്ടോ.
ലാസ്റ്റ് വാക്യം പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഈ വിളി കേൾക്കാതിരിക്കാനാ യേശുവിനെ വിലക്കിയത്. സ്തോത്രം. എന്റെ പ്രിയ മകനെന്ന് ഈ വിളി കേൾക്കാതിരിക്കാനാ യവനെ വിലക്കിയത്. യേശുവിനെ യോഹന്നാൻ വിലക്കിയത്. എല്ലാ അഭിഷക്തന്മാരല്ല കേട്ടോ, ശ്രദ്ധിക്കണം. എല്ലാം അഭിഷക്തന്മാരൊന്നുമല്ല. സ്തോത്രം. ചിലത് വിലക്കും. നീ ചെയ്യരുത്, ചെയ്താൽ അവനേക്കാൾ ഉയർന്നു പോണെങ്കിലും നീ പ്രാർത്ഥിക്കരുത്, നീ പ്രസംഗിക്കരുത്, അവന് ദൂത് പറയരുത്. അവരെക്കാൾ ഉയർന്നു പോണെങ്കിലോ, വെളുത്തിരിക്കുന്ന എല്ലാം പാലല്ല ദൈവം ഇതിലെ. സ്തോത്രം. ആമേൻ. എല്ലാം ചിരിയല്ല. ആമേൻ. എല്ലാം ആലിംഗനമല്ല. ഹല്ലേലൂയ. ആമേൻ. കേൾക്കണോ? ഒരു കത്രിമേശയ്ക്ക് ആമേൻ വിശ്വസ് ചുമന ചെയ്യാൻ പറഞ്ഞപ്പോ ആമേൻ ഒരു സഹോദരി ചുമന ചെയ്തിട്ട് പറയാ, നിന്നെ ഞാൻ വച്ചിട്ടുണ്ട്. ഇതവര് കേട്ടു. ശ്രോത്രം. ഇവര് കേട്ട് മീറ്റിംഗിന് ശേഷം സഭാ പാസ്റ്റർ വിളിച്ചിട്ട് പറയാ, പാസ്റ്റർ ഭാര്യയും പാസ്റ്റർ കൂടെ അടുത്തേക്ക് വരണം, ഞാൻ അവിടെ നിൽക്കുക. ശ്രോത്രം. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര എണ്ണം കരുതിക്കൂട്ടി ചുംബന നിന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് ആളുകൾ ചെയ്തിട്ടുണ്ട്. നിന്നെ കാണിച്ചു തരാം. അടുത്ത കത്രിമേശയ്ക്ക് നീ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം. ഇന്ന് രാത്രി വിലക്കുകൾ മാറാൻ പോകുക, പൊട്ടാൻ പോകുക. ഹല്ലേലൂയ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി എന്നോട് വിളിച്ചു പറയുന്ന ഒരു ആലോചന. ആമേ, ചില കുടുംബത്തിനകത്ത് നിൽക്കുന്ന വിലക്കുകൾ ഈ രാത്രി പൊട്ടി മാറാൻ പോകുക. അത് ഞാൻ കണ്ടുകൊണ്ട്, എന്റെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ചില കുടുംബത്തിനകത്ത് ഇരുള് പോലെ മൂടുപടങ്ങൾ ചിന്തി മാറുന്ന രാത്രി എന്ന് പറഞ്ഞാൽ, ഈ രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ പറ്റുമോ? ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് യേശു കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? എന്റെ കർത്താവ് ഇന്ന് രാത്രി നിന്നെ പണിയുവാനുണ്ട്. ആമേൻ. സ്തോത്രം. മാർക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മാർക്കോസ് 1:9 ഒന്ന് വന്നാട്ടെ. അവിടെ എന്താണ് പറയുന്നത്? 1:9. ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. യോഹന്നാനാൽ സ്നാനം കഴിഞ്ഞു. വിലക്കിയവനെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചു ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഈ വിലക്കിയവന് വലിയ ആയുസ്സൊന്നും ഇല്ലായിരുന്നു പിന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. വിലക്കിയവൻ വലിയ ആയുസ്സൊന്നും പിന്നെ കിട്ടിയില്ല. സ്തോത്രം. ആമേൻ. യേശുവിനെ വിലക്കി. ഇന്ന് രാത്രി നിയോഗത്തോടെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ 30-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ നിയോഗപ്രകാരം യോഹന്നാനാൽ സ്നാനമേൽക്കണമെന്ന് തിരുവഴുത്തിന്റെ സത്യങ്ങൾ കിടക്കുമ്പോൾ തന്നെ യേശു കർത്താവ് ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ഒരു പോട്ടി ഉണ്ടായിരുന്നു. സ്തോത്രം. ഇവർ തമ്മിൽ ഒരു പോട്ടി ഉണ്ടായിരുന്നു. ആ പോട്ടി തലമുറയിലേക്ക് വന്നു. ഇന്ന് രാത്രി ശബനപരഗതുലി. ആമേൻ. ആമേൻ. യോഹന്നാൻ പറയാ, ഇപ്പൊ നീ ചെയ്യണ്ട, മാറിയില്ലേ. സ്തോത്രം. ഒരു വിലക്കുന്ന രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് ശക്തമായി സംസാരിച്ചോണ്ട് കേട്ടോ. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ വരുന്ന വിലക്കുകൾ, നിന്റെ ഭാവിക്ക് നേരെ വരുന്ന വിലക്കുകൾ ഇന്ന് രാത്രി കർത്താവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തുനിന്ന് എണീറ്റ് പോകും മുമ്പേ തന്നെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു കുറ്റിയടിച്ച് ആട്ടിനെ കെട്ടിയിടും പോലെ ഇവിടെ വരെ മേഞ്ഞാൽ മതി എന്നുള്ള നിലയിൽ, ആമേൻ, അതുവരെ മതി എന്നുള്ള നിലയിൽ നിൽക്കുന്ന ചില വ്യക്തികളുടെ മുമ്പിൽ വച്ച ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഇന്ന് രാത്രി ഹല്ലേലൂയ വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടാൻ പോകുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ, നിന്റെ ആരാധനയുടെ നടുവിൽ ഇന്ന് രാത്രി സ്തോത്രം, നീ ഇതിനിപ്പുറത്തേക്ക് വന്നാൽ നിന്റെ മുട്ടുകാൽ അടിച്ചു ഒടിക്കുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഇന്ന് രാത്രി നിന്റെ കാൽ മാൻപേടക്കൊത്ത പോലെ നിന്റെ കാൽപാദങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഗിരിയുടെ മുകളിലേക്ക് നടത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സേന ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് വ്യാപരിച്ചിരിക്കുകയാണ്.
ഹല്ലേലൂയ. ശമനപരഗതുനി അതുരകരകതന ദൂരമനാരകൽക്കനാദി. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആമേൻ നിങ്ങൾ പോലും അറിയാതെ ചില പൂട്ടുകൾ പൊട്ടി മാറുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചാട്ടെ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ദൂത്. 42-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 6:42 അവിടെ ഒരു ദൂതുണ്ട്. വായിച്ചേ. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. ആമേൻ. പിന്നെ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു? അവിടെ അങ്ങ് പരിശോധിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്റെ പേര് പറഞ്ഞ് ഇവനാണ്, ഇവന്റെ ഈ ഇന്ന ആളിന്റെ മകനാണോ? സ്തോത്രം. ഇന്ന ആളിന്റെ മകളാണോ? ഓ, അത്രയൊന്നുമില്ല. ഞാൻ കണ്ടപ്പോ ഇച്ചിരിയല്ലേ ഉള്ളുവായിരുന്നു, ഇപ്പൊ അങ്ങ് വളർന്നു പോയോ. ഞാൻ കണ്ടപ്പോ വളരെ മെലിഞ്ഞൊരാളായിരുന്നല്ലോ, ഇപ്പൊ തടിയൊക്കെ വെച്ചു പോയല്ലോ. ഹല്ലേലൂയ. അസൂയയുടെ പോരുകൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി അസൂയയുടെ പോരുകൾ തകരട്ടെ. കുടുംബങ്ങൾക്ക് നേരെ നിൽക്കുന്ന പോരുകൾ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം ഞാൻ കണ്ടല്ലോ, ഇത്രയൊന്നുമില്ല, ഇപ്പൊ എന്താ അങ്ങ് ഡെവലപ്പായി പോയല്ലോ. ശാപങ്ങൾ. ആമേൻ. ഇന്ന് രാത്രിയിൽ പോട്ടാൻ പോകുകയാ. സ്തോത്രം. പ്രാർത്ഥിച്ചോ കേട്ടോ. ഹല്ലേലൂയ. ഇവൻ യോസേഫിന്റെ പുത്രനായ യേശു അല്ലയോ? ഹല്ലേലൂയ. നോയിക്കേ. ആമേൻ. അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. കണ്ടോ, അപ്പനെയും കൂടെ പിടിച്ചു, അമ്മയും പിടിച്ചു. അവന്റെ മകൻ എനിക്കറിയാം. ആ വട്ടയൊക്കെ മുറിച്ച് ആശാരിപ്പണി ചെയ്യണേ കേവലമായിട്ടല്ലേ? അവിടെ അപ്പുറത്ത് അവറാച്ചന്റെ വീട്ടിലെ ബാത്റൂമിന് ഡോറൊക്കെ അടിച്ചില്ലേ? അദ്ദേഹത്തിന്റെ മകനല്ലേ? തച്ചനല്ലേ? ഓ, പറയാനൊന്നുമില്ല, തച്ചന്റെ മകനല്ലേ? നമുക്കറിയാം. അവിടെ അപ്പുറത്ത് കട്ടിലൊക്കെ പണിതില്ലേ? ആ വാതിലൊക്കെ പണിത് അദ്ദേഹമാണ്, യോസേഫാ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അപ്പനെടുത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്നു. തീർന്നില്ല, അമ്മയും കൂടെ കൊണ്ടുവന്നു. അമ്മ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം. അതിന്റെ മറവിലിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട് കേട്ടോ. എവിടെയൊക്കെ താഴ്ത്താൻ പറ്റുമോ അവിടെ എല്ലാം താഴ്ത്താൻ നോക്കി. വചനം പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് പറ അവന്റെ ദയ എന്നേക്കുമുള്ളത്. എവിടെയെല്ലാം നമ്മെ താഴ്ത്താൻ നോക്കുമോ അവിടെയെല്ലാം നമ്മൾ ഉയരും. കാരണം നമ്മുടെ സ്തോത്രം പൗരത്വം ഇവിടെ അല്ല, ഈ ഭൂമിയിലല്ലെന്ന്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാ. ഹല്ലേലൂയ. പറ, നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല. നമ്മുടെ മന്ത്രി ഈ ഭൂമിയിലുള്ള മന്ത്രിയല്ല. നമ്മുടെ മന്ത്രിയുടെ പേര് പറ, അവൻ അത്ഭുത മന്ത്രി. നമ്മുടെ മന്ത്രി, നമ്മുടെ രാജാവ് ഈ ഭൂമിയിലെ രാജാവല്ല, നമ്മുടെ ഭൂമിയിലെ ഹോം മിനിസ്റ്റർ അല്ല. നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാ. അതുക്കു മേലെ വേറെ ആരുമില്ല. സ്തോത്രം. അവൻ ഉന്നതനും അത്യുന്നതനുമായിരിക്കുന്ന രാജാവായിരിക്കുന്ന അവൻ ഇമ്മാനുവേലാണ്. അവൻ യഹോവ റാഫയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന് അവൻ അനന്യനായി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നവന് അവൻ നിസിയായി വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നവന് അവൻ ഷമ്മയായി വെളിപ്പെടും. ദാരിദ്ര്യത്തിൽ അവൻ യഹോവ ഈരെ വെളിപ്പെടും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ യഹോവ നിസി, അവൻ ജയത്തിന്റെ കൊടിയാ. ശമനപരഗതുനി അതുരകരകഥന ദൂരമനാരകൽക്കനാദി. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലേക്ക് ഒരു യഹോവ നിസി കടന്നു വരികയാ. ഹല്ലേലൂയ. ചില കൊടികൾ ഇന്ന് രാത്രി കർത്താവ് മാറ്റുകയാ.
ചില കരിങ്കൊടികൾ, ചില കൊടികൾ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, നിന്റെ കുടുംബത്തിന്റെ മേൽക്കൂരയിൽ നിന്ന്, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ശത്രു വച്ച കൊടികളെ ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ കുടുംബങ്ങൾക്ക് നേരെ ബാധിക്കുന്ന മരണദൂതന്റെ ശക്തികളെ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ, പരാജയത്തിന്റെ കൊടികളെ ഈ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അബദ്ധമാക്കുന്ന, അതിനെ ഇളക്കി മാറ്റി ജയത്തിന്റെ കൊടി സ്ഥാപിക്കുന്ന, ആത്മഹത്യകൾ മാറുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മനുഷ്യ ബോംബ് പോലെ ചില പോരുകൾ ഇന്ന് രാത്രി കുടുംബങ്ങളിൽ മാറട്ടെ, ദേശത്തുനിന്ന് മാറട്ടെ, സകലത്തുനിന്ന് മാറട്ടെ. ആരാധിക്കുമ്പോൾ രാത്രി വിടുതല കേട്ടോ. ആരാധിക്കുമ്പോൾ ദൈവശക്തി വെളിപ്പെടുകയാ. പോരുകൾ മാറുകയാണ്, ചില നിന്ദകൾ മാറുകയാണ്, ചില പരിഹാസങ്ങൾ മാറുകയാണ്, ചില അപവാദങ്ങൾ മാറുകയാണ്. ആരാധന നിർത്തിക്കണ്ട. ആരാധിച്ചോ. എത്രത്തോളം ആരാധിക്കാൻ പറ്റുമോ ആരാധിച്ചോ. ശത്രു സ്ഥാപിച്ച കൊടികളെ ദൈവം ഇന്ന് രാത്രി എടുത്തു മാറ്റി. ഹോവ നിസി, അവൻ ജയത്തിന്റെ കൊടി. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് രാത്രി ആരാധിക്കുന്നു? അവൻ പ്രൈസ് ജയത്തിന്റെ കൊടിയാണ്. നീ തോൽക്കത്തില്ല. നമ്മുടെ സ്തോത്രം. ഹോം മിനിസ്റ്റർ ആരെന്നറിയാമോ? നമ്മുടെ കർത്താവ്. അവൻ ആരാ? അവൻ അത്ഭുത മന്ത്രി. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയായി അവൻ ഇറങ്ങി വരാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ മന്ത്രിയെ പിടിച്ചു കെട്ടാൻ, വിലക്കിയിരുത്താൻ ആർക്കും കഴിയില്ല. നീ ഭരിക്കണ്ട, അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറയാൻ ഒരു വ്യക്തി പോലും ഇല്ല. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്നിൽ കൂടെ പ്രൈസലോട് പുറത്തു വരേണ്ട ചില ദൈവത്തിന്റെ നിയോഗത്തിന്റെ ശുശ്രൂഷകളെ സ്തോത്ര വിലക്കി കെട്ടി ഒതുക്കിയിരിക്കുന്ന സകല പോരുകളും ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിയാൽ അഴിഞ്ഞു മാറാൻ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വരെ വിലക്കി കെട്ടിയിരിക്കുന്ന, നിന്റെ ആരാധനയെ വിലക്കുന്ന ചില പൈശാചിക ശക്തികളെ ഇന്ന് രാത്രി കർത്താവ് നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പഴയതിനും പറയുന്നു, കട്ടടപ്പടിമേലും അതേ കുറും പടിമേലും കുഞ്ഞാടിന്റെ രക്തം ഈ രാത്രി തളിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ രാത്രി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ശബനബരഗതുനി അതുരകരാജകൾ ഖനാദികളെ ഷൈഡപ്രൗഢപരം തുനി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി വിലക്കുകൾ പൊട്ടട്ടെ. കുടുംബത്തിന് നേരെ വിലക്കിയത്, അപ്പന്റെ പേര് പറഞ്ഞ് വിലക്കിയത്, അമ്മയുടെ പേര് പറഞ്ഞ് വിലക്കിയത്, ഹല്ലേലൂയ. ഇവൻ ആരാ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനോ? ഇവൻ അവന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞ വിലക്കി കെട്ടിയിരിക്കുന്ന വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടി മാറാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ച വാക്യം ഇതാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, 3-ാമത്തെ അധ്യായത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ നിർത്തിയിരിക്കുന്നത് വലിയ നിയോഗത്തോടു കൂടെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാനോ അവനെ വിലക്കി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ അൽപിക്കെ അഭിഷക്തനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ തയ്യാറായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞാൻ പറയാണ്, പോണ്ട. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയത്തിലെ വേദന എത്രയെന്ന് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തെ ഞാനല്ല ഒരുക്കി ഇറക്കിയത്. അദ്ദേഹത്തെ നിയോഗത്തോടെ ഒരുക്കി ഇറക്കിയപ്പോ ഞാൻ പറയാ പോണ്ടാന്ന്. ആ വേദന മാറാൻ എത്ര മാസം എടുക്കും. എന്നാൽ ഇത്ര സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ട് എന്നോട് ഇങ്ങനെയാണോ പറയുന്നത്, അത് മനസ്സിനകത്ത് വേദനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കർത്താവ് എന്താ പറയുന്നറിയാമോ? കർത്താവ് എന്താണ് പറയുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം. യേശു പറയുക, ഇപ്പോൾ സമ്മതിക്കുക. ഇപ്പോൾ. സ്തോത്രം. ഇനി പോയിട്ട് വരാൻ സമയമില്ല.
ഹല്ലേലൂയ. എനിക്കിനി വീട്ടിൽ പോയി എന്റെ അപ്പനെ അമ്മയെ വിളിച്ചോണ്ടിരാൻ സമയമില്ല. ഇപ്പോൾ ഈ സമയത്ത്, ഹല്ലേലൂയ, ഈ സമയത്ത് നടക്കണം ഈ ശുശ്രൂഷ. ഹല്ലേലൂയ. ഇന്ന് രാത്രി 2026 നടക്കേണ്ട ശുശ്രൂഷകൾ, വാഴ്ത്തങ്ങൾ നടക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കാലം തെളിയിക്കുമെന്ന് പറഞ്ഞിരിക്കല്ലേ, വചനം പറയും ഇപ്പോൾ സംഭവിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഇന്ന് രാത്രി ഈ സമയത്ത് പറ, കർത്താവ്, ഞാൻ ഇവിടെ എണീക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയില്, എന്റെ ഉപവാസത്തില്, ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തില് ഇന്ന് രാത്രി നിങ്ങൾ വായി തുറന്ന് പറയണ്ട, ഹൃദയത്തിൽ പറ, അതിപ്പോ സംഭവിക്കണം. സംഭവിക്കും. വചനം പറയുന്നു സംഭവിക്കുമെന്ന്. സ്തോത്രം. വചനം പറയുന്നു അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര. വായിച്ചേ. ആമേൻ. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായം യോഹന്നാൻ 2 അതിന്റെ 47 ഒന്ന് വന്നാട്ടെ. യോഹന്നാൻ 2 അതിന്റെ 47 അവിടെ എന്താണ് പറയുന്നത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന് വായിക്കാമോ? ആമേൻ. അതോ നിൽക്കട്ടെ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കും. ഞാൻ പറഞ്ഞത് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ആമേൻ. യേശു പറയുക. ലൂക്ക 16:16 പറയുന്നു, ആമേൻ, ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞു, ആമേൻ, എന്നെ കാണുമെന്ന്. എന്നാൽ ഇപ്പോ ഞാൻ പറയുന്നു, ആമേൻ, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ. ഓ, ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ വരെ, സ്തോത്രം, ആയിരുന്നു. അന്ന് മുതൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ, ആമേൻ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഓക്കെ, എല്ലാവരും നോക്കിക്കോ, എല്ലാവരും നോക്കുക. ഇന്ന് രാത്രി അങ്ങനെയാ. ദൈവം ഒന്ന് ചെയ്യുമ്പോൾ സകലരും നോക്കും നിന്നെ. സ്തോത്രം. ഇന്നല്ല, എല്ലാ ദിവസവും. ലൂക്ക 16:16 വായിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. സ്തോത്രം. അതിനപ്പുറത്ത് ന്യായപ്രമാണത്തിന്റെ കാര്യാദികൾ, ആമേ, പ്രവാചകന്മാരുടെ വെളിപ്പാടുകളും വ്യാഖ്യാനങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്ത് ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്താ? യോഹന്നാനെ നോക്കിക്കേ. അതിന്റെ, ആമേ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, 17-ാമത്തെ വാക്യം കൂടെ വായിച്ച 16-ാമത്തെ അധ്യായത്തിന്റെ 17, ആമേ, 17-ാമത്തെ വാക്യം നിൽക്കട്ടെ. അതിന്റെ, ആമേ, 21-ാമത്തെ വാക്യം, 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 21-ാമത്തെ വാക്യം. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു, നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും. ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ വിലക്കുണ്ട്. നീ എന്ത് ചെയ്യരുത്? മേശന്ന് വീഴുന്നത് മാത്രമേ കഴിക്കാവൂ. നീ മേശപ്പുറത്ത് കയറരുത്. ഇതിൽ നിന്ന് വീഴുന്നത് മാത്രം കഴിച്ചാൽ മതി. ഇന്നൊക്കെ നമ്മുടെ വീട്ടിനകത്ത് ടേബിളില് ഒരു വേസ്റ്റ് പാത്രം ഉള്ളത്. പണ്ടങ്ങനെയാണോ? ആണോ? ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വലിച്ചെറിയും അല്ലേ? ഇറച്ചിയാണെങ്കിലും മീനിന്റെ വേസ്റ്റ് ആണെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് വലിച്ചെറിയും. ഇന്ന് അങ്ങനെ എറിയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ വീടൊക്കെ ടൈൽസും മാർബിളൊക്കെ ആയപ്പോ വലിച്ചെറിയാൻ പറ്റില്ല. കണ്ണാടിയുള്ള, ആമേ, കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത നല്ല, ആമേ, ജന്നാലുകളും, ആമേ,
എല്ലാം നല്ല പെയിന്റുകളൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും വലിച്ചെറിയാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അവിടെ നിന്ന് വീഴുന്ന ചില ആ കക്ഷണങ്ങൾ കഴിച്ച് അവൻ ജീവിച്ചോളണം. ഒരു വിലക്ക. സ്തോത്രം. നീ പാത്രത്തിൽ കഴിക്കരുത്, വീഴുന്നത് മാത്രം കഴിക്കണം. ഇന്ന് രാത്രി ആ ഭക്ഷണത്തിന് വരെ വിലക്ക. ചില വിലക്കുകൾ ഇന്ന് രാത്രി മാറാൻ പോകുക. സ്തോത്രം. ഞാൻ പറയുന്നത് നീ ചെയ്യാവൂ, അതിനപ്പുറത്ത് പോകരുത്. ഇന്ന് രാത്രി അങ്ങനെ വിലക്കിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥിക്കാത്തവനെയും തമ്മിലുള്ള വ്യത്യാസം ഈ രാത്രി പ്രാപിക്കുന്നവനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വിലക്കുകൾ പൊട്ടണം. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വിലക്കുകൾ പൊട്ടണം. ഹല്ലേലൂയ. നാളുകളായില്ലേ പ്രാർത്ഥനയിൽ ഇരിക്കുന്നു. നാളുകളായില്ലേ. വായിച്ചേ. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം അതിന് 27-ാമത്തെ വാക്യത്തിലേക്ക് വന്ന് 24-ന്റെ-27 വന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 27 ഒന്ന് വന്ന്. സ്തോത്രം. തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാത്തിൽ നിന്നും കർത്താവ് അങ്ങ് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. കർത്താവ് അങ്ങനെയാ. ചിലത് എടുത്തു കഴിഞ്ഞാൽ വ്യാഖ്യാനിച്ച് അവരെ കൃത്യമായിട്ട് നിർത്തി അവരെ കാര്യങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം വരുത്തി എന്നിട്ട് മാത്രമേ കർത്താവ് വെച്ച് പോകൂ. ഹല്ലേലൂയ. അല്ലേ? ഒരു ദിവസം കൊണ്ടല്ല. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ഒരു മീറ്റിംഗ് തീരത്തില്ല. കർത്താവിന്റെ കൂടെ ഇരിക്കണേ ചിലപ്പോ ഒരാഴ്ചക്കൊക്കെ ലീവ് എടുത്തു പോണം. ഹല്ലേലൂയ. മോശ കർത്താവിന് എത്ര ദിവസം ഇരുന്നു? 40 ദിവസം. എത്ര? 40 ദിവസം യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ ഇരുന്നു. വീട്ടിൽ പോയില്ല. കാരണം താഴ്വരെ കിടപ്പുണ്ട് 30 ലക്ഷം. അവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഏൽപ്പിച്ച് നിൽക്കുക. ചില വ്യക്തികളെ ഏൽപ്പിച്ചിരിക്കുക. ഏൽപ്പിച്ചതെല്ലാം കൂറുമാറി. പക്ഷേ അവൻ അവിടെ എണീറ്റില്ല. ഇന്ന് രാത്രി ഇരിക്ക ദൈവ സന്നിധിയിൽ. കർത്താവിന്റെ മുമ്പ് ഇരിക്കുന്നവരെ കാണുമ്പോ അറിയാം. സ്തോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. മോശ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് വന്നപ്പോൾ മോശയുടെ മുഖത്തെ നോക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. അവന്റെ ശരീരം പുട്ടി പ്രാപിച്ചു. അവന് ദൈവം പണിയാനിടയായി. ഇന്ന് രാത്രി ദൈവമൈതലേ, നീ ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ നീ തീരുമാനമെടുത്തെങ്കിൽ ഇന്ന് രാത്രി നീ ഇരിക്ക. നീ ആള് മാറിയവനായി മാറിയവനായി പുറത്തു വരും. ഹല്ലേലൂയ. സ്തോത്രം. ആള് മാറിയവനായി. ശബലവരഗതുനി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇതിനകം ദൈവമൈതലേ, ദൈവം നിന്നോട് സംസാരിക്കുക. നീ ഇരിക്കുക ദൈവസന്നിധിയില. നിന്നെ ആള് മാറിയവനാക്കി പുറത്ത് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മേലുള്ള വിലക്കുണ്ടല്ലോ റിക്കി, നിന്റെ മേലുള്ള വിലക്ക് ആ വിലക്കിന്ന് രാത്രി പൊട്ടുകയാ മോനെ. സ്വത്രം. ശമനപരഗതുനി വൈഡകരഗതന വൈഡകരാജകൽഖനാദി. സ്തോത്ര. സ്തോത്രം. പ്രൈസ്. ജനിച്ചപ്പം മുതലുള്ള വിലക്ക് ചൂടമാന റീകമാന വൈഡമനാരകൽഖനാദി. ഇന്ന് രാത്രി അത് പൊട്ടുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്ക. ഇന്ന് രാത്രിയിൽ കർത്താവ് സ്തോത്ര ആ വിലക്കിനെ ഇന്ന് രാത്രി ഓവർകം ചെയ്യാൻ ഞാൻ തയ്യാറാ. ഐ ആം റെഡി.
ഓവർകം ചെയ്യാൻ, ചില വിലക്കുകളെ ഓവർകം ചെയ്യാൻ റെഡി എന്ന് പറ. ഈ രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും? ആത്മാവ് ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ. ജോയ്സ്, ദൈവത്തിന്റെ അഭിഷേകത്തെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിശക്തമായി പറയുന്നു, ചിലരെ ഓവർകം ചെയ്യാൻ ഇന്ന് രാത്രി തയ്യാറായിക്കോ. ഹല്ലേലൂയ. ചില വിലക്കുകൾ പൊട്ടുകയാണ് അഭിഷേകത്തെ, ചില വിലക്കുകൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. ആമേ, തലമുറയ്ക്ക് നേരെ, ആമേ, നിങ്ങളുടെ ജീവന പ്രാണന് നേരെ, ആമേ സ്തോത്രം, ആരോഗ്യത്തിന് നേരെ, നിങ്ങളുടെ ആത്മിക ഭൗതിക മണ്ഡലത്തിന് നേരെ, തലമുറയുടെ പഠനത്തിന് നേരെ ഇട്ടിരിക്കുന്ന വിലക്കുകളെ തമ്പുരാൻ ഇന്ന് രാത്രി പൊട്ടിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇതിനകത്ത്, നമ്മുടെ ഈ മീറ്റിംഗിനകത്ത് നിങ്ങൾ പുതിയ ആൾക്കാരുണ്ട്, അറിയത്തില്ല. നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ അറിയാം അവരെ. പ്രൈസ് ദി ലോർഡ്. ഒരു ഫേബ ബെന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസിനകത്ത് മീറ്റിംഗ് അറിയില്ല വിഷയത്തെ. ഫേബ ബെന്നി, സ്തോത്രം അല്ലെ. അവരുടെ മകൾ, ഇളയ മകൾക്ക് വേണ്ടി ദൈവാത്മാവ് ഒരു 14 വർഷം മുൻപ്, സ്തോത്രം, ഒരു ദൂത് പറഞ്ഞു എന്ന് അവര് പറയുന്നു. ഞാനത് അറിഞ്ഞിട്ടില്ല. സ്തോത്രം. മക്കളെ, നീ മഞ്ഞു വാരി, ഇപ്പൊ നീ ചോറ് വാരി കളിക്കുന്നത് പോലെ നീ മഞ്ഞ് വാരി കളിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഇന്ന് ചോറ് വാരി കളിക്കുന്നത് പോലെ നീ മഞ്ഞു വാരി കളിക്കുന്നത് ദൈവാത്മാവ് യേശുപ്പച്ച പറയുന്നു. സ്തോത്രം. ആമേൻ. ഇന്ന് മഞ്ഞു വാരി കളിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അങ്ങളെ, ആമേൻ, അമ്മ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ, സ്തോത്രം, ഞങ്ങൾ നിനക്കുള്ള ബൈബിളൊക്കെ നീ വായിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. അന്ന് പറഞ്ഞ ആലോചനകളെ നിവർത്തിക്കാൻ ചില വർഷം എടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അന്ന് അവള് കുഞ്ഞായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് അവള് മാൾട്ടയിലാ. സ്തോത്രം. ഞാനൊരു കാര്യം പറയട്ടെ, ചില വിലക്കുകളുണ്ടല്ലോ, ചിലത് പൊട്ടിമാറാൻ ചില ദിവസം എടുക്കേണ്ടി വരും, ചില വർഷം കാത്തിരിക്കേണ്ടി വരും. പക്ഷെ അത് നിവർത്തിക്കും. അത് ഇന്ന് രാത്രി നിവർത്തിക്കാൻ പോകയാ. നിന്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ദൂതുകൾ അത് നിവർത്തിക്കാൻ പോകയാ. ദൈവം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ സംഭവിക്കാൻ പോകയാ. സ്തോത്രം. ആലോചന തമാശ എടുക്കരുത്. ഇന്ന് രാത്രി നിന്നോട് ദൈവാത്മാവ് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലതാമസമില്ല, അത് സംഭവിക്കാൻ പോകയാ. ഇതിനകത്തിരിക്കുന്ന സ്തോത്ര അഭിഷക്തന്മാരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങളുടെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൂതുകൾ ഇന്ന് രാത്രി അത് നിറവേറാൻ പോകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിറവേറും. ഈ മാസങ്ങൾ, വരുന്ന ഈ മാസങ്ങളിൽ, ഈ വർഷങ്ങളിൽ കാലതാമസമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അത് സംഭവിക്കാൻ പോകയാ. ഇത് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ രാത്രി ദൈവവൈദ്യരെ പ്രാർത്ഥിക്ക്. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അടുത്തൊരു വാക്യത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിനായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ദൈവവൈദ്യരെ നീ ആയിരിക്കപ്പെടും. വായിച്ച യെശയ്യാവിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പ്രവാചകൻ പറയുന്ന ഒരു ദൂത്. അതിവിശാലമായ ദൂത പ്രവാചകൻ പറയുന്നത്. വളരെ ശക്തമേറിയ ദൂതാണ് പറയുന്നത്. വായിച്ചേ. പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ആമേൻ, ആമേൻ. നോക്കിയേ, ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഇതാ ഞാൻ താങ്ങുന്ന ആമേൻ, ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ.
ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ പൊട്ടിക്കരയാറുണ്ടോ? നിങ്ങൾ പൊട്ടിക്കരയാറുണ്ടോ? പൊട്ടിക്കരയണം. ഹല്ലേലൂയ. പൊട്ടിക്കരയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കർത്താവ് ചേർത്തങ്ങ് പിടിക്കും. ഒരു രാജാവിന്റെ മാറത്ത് കിടക്കുന്ന ആ കച്ച കിടക്കുന്ന എങ്ങനെയാണോ അതുപോലെ കെട്ടിയങ്ങ് ദൈവം പിടിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്ക്, ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. അടുത്തത് പറയുന്നത്, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ മൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വച്ചിരിക്കുന്നു, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ന്യായം പ്രസ്താവിപ്പാൻ, ന്യായത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഒരു മനുഷ്യനെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മുൻപിൽ കൊണ്ട് നിർത്തിയിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകൻ പറയുക, അത് സംഭവിക്കും ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആമേൻ. കുറിവാക്യത്തിലേക്ക് വരുമ്പോ, ആമേൻ, 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോയിക്ക്, ആമേൻ, മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ആ 3-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ 1000 ദൂതുകൾ കാണാൻ കഴിയും. അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, യോഹന്നാൻ അവനെ വിലക്കി. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. ആമേൻ. കുട്ടികൾ ആമേൻ ചില കോപ്രായം കാണിക്കുമ്പോൾ നമ്മൾ വിലക്കാറുണ്ടല്ലേ. ചില കട കാണുമ്പോൾ ആ സാധനം വേണമെന്ന് പറയും, വേണ്ട, മിണ്ടാതിടാന്ന് പറയും അല്ലേ. അവരുടെ മനസ്സിനകത്തുള്ള വേദനയുണ്ടല്ലോ, അത് കിട്ടുന്നത് വരെ. എന്നാൽ ഇന്ന് രാത്രി യേശു അപ്പച്ചൻ പറയുന്നത് ഇങ്ങനെയാണ്, യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തേണ്ടത് ആമേൻ, ആമേൻ, നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്തോത്രം, ആമേൻ, മനുഷ്യൻ നോക്കി നിൽക്കെ, വ്യക്തികൾ നോക്കി നിൽക്കെ, ഒരു മനുഷ്യനെ ഉയർത്തണമെന്ന് ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ നിന്ദിച്ചവരും പരിഹസിച്ചവരും വിലക്കിയവരും ആമേ ഷൗട്ട് ചെയ്തവരും ആമേ മാറ്റി നിർത്തി പറയാതെ, ആമേ മുഖത്ത് നോക്കി പറയാതെ, ആമേ 10 പേരോട് പറഞ്ഞ് നാണം കെടുത്തിയവരും നോക്കി നിൽക്കെ നിന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഓ ജീസസ് നെയിം. ഹല്ലേലൂയ. 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 നിങ്ങളുടെ കുടുംബത്തിൽ 2 പേർ കരം കോർത്തു പിടിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുക. ഭാര്യ ഭർത്താവ് അടുത്തിരിപ്പുണ്ടെങ്കിൽ കരം കോർത്തു പിടി, മക്കളുണ്ടെങ്കിൽ കരം കോർത്തു പിടി. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോകുക. ചില വിലക്കുകൾ പൊട്ടി മാറാൻ പോകുക ഈ രാത്രി. സ്തോത്രം. ആമേ. ദൈവം ചില വിലക്കുകളെ പൊട്ടിക്കാൻ പോകുക. ഹല്ലേലൂയ. ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കരം ഉയർത്തിക്കേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വിലക്കുകൾ പൊട്ടാൻ പോകുക. ആമേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് 1.5 വർഷം മുൻപ് ആമേ ഒരു സൂമിൽ ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, വീട്ടിൽ നോക്കി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? അത്രയും പേർ കരം കോർത്തു പിടിക്കാൻ പറ്റുമോ? ഇതിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ഓടി വന്ന് കരം കോർക്കുവാനിടയായി. കേട്ടോ, കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. അന്ന് രാത്രി ആമേ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഒരു കുടുംബത്തെ ആ വീട്ടിലേക്ക് അയച്ചു. സ്തോത്രം. വീഡിയോ പറയുന്നില്ല. വീട്ടിലേക്ക് അയച്ചിട്ട് അവരോട് പറഞ്ഞു, പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലാവരും യാത്ര തിരിക്കാൻ പറഞ്ഞു. സ്തോത്രം. അവര് അതിനകത്തുള്ള 4 പേരും അവരെ കൂടെ യാത്രയ്ക്കായി പുറപ്പെട്ടു. അന്ന് രാത്രി അവര് പാർത്തിരുന്ന വീട് മുഴുവനും താഴെ വന്ന് വീണു. ഹല്ലേലൂയ. അവര് പാർത്തിരുന്ന വീട് മുഴുവനും കടപുഴുകി താഴെ നിലം പതിച്ചു. പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ സകലതും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഭൂമിയോട് പറ്റിക്കിടക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വിപത്തുകൾ മാറുന്ന രാത്രിയാ. ശമനമരകതുടി. പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. പ്രാർത്ഥിക്കാൻ പോകും. കർത്താവ്, ഹല്ലേലൂയ, രാത്രിയിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ